മുട്ടുമേ നിൽക്കാൻ നമുക്ക്. കഴിഞ്ഞ മണിക്കൂറുകളിൽ വലിയ സാറ് പറഞ്ഞത് കർത്താവിനെ കുറിച്ചാണ്, കർത്താവിൻ്റെ ശക്തിയെക്കുറിച്ച്, സ്നേഹത്തെക്കുറിച്ചൊക്കെ. യേശു നമ്മുടെ ദൈവം അവിടുന്ന് ദിവ്യകാരുണ്യത്തിൻ്റെ രൂപത്തിൽ, അപ്പത്തിൻ്റെ രൂപത്തിൽ എഴുന്നള്ളി വരുന്ന സമയമാണിത്. നമ്മളെ അനുഗ്രഹിക്കുന്ന ദൈവം, ആ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി അവിടെ ഒരുങ്ങുകയാണ്. സർവശക്തനായ കർത്താവ്, സർവാധിപൻ, അത്യുന്നതൻ ഇതാ നമ്മളെ അനുഗ്രഹിക്കാൻ വേണ്ടി എഴുന്നള്ളി വരുന്നു. നമുക്ക് ഒത്തിരി ആദരവോടെ, വലിയ സ്നേഹത്തോടെ നമ്മുടെ മധ്യത്തിലേക്ക് കർത്താവായ ഈശോയെ നമുക്ക് ക്ഷണിക്കാം. കർത്താവെ, ഞാൻ അങ്ങയെ ആഗ്രഹിക്കുന്നു. കർത്താവെ, ഞാൻ അങ്ങയെ കാണാൻ ആഗ്രഹിക്കുന്നു. കർത്താവെ, അങ്ങയുടെ സാന്നിധ്യത്തിന് വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവെ, അവിടുന്ന് എനിക്ക് ഇന്ന് കർത്താവെ കാണത്തക്ക രീതിയിൽ, ദൈവമേ തൊടത്തക്ക രീതിയിൽ, അനുഭവിക്കത്തക്ക രീതിയിൽ എനിക്ക് സമീപസ്ഥനായിരിക്കണമെന്ന് പ്രാർത്ഥിക്കാം. നമുക്കൊന്ന് കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് ഈശോയെ നമ്മുടെ മധ്യത്തിലേക്ക് സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, യേശുവേ ആരാധന. ആരാധിച്ചിടുവാനായി അങ്ങേ സന്നിധി തന്നിൽ ചേരുന്നു, പാടുന്നു, നാമം വാഴ്ത്തുന്നു. ആരാധിക്കാം, സർവശക്തരെ കണ്ടുകൊണ്ട് ആരാധിക്കാം. നമ്മുടെ മതത്തിലേക്ക് എഴുന്നള്ളി വന്ന ജീവന്റെ നാഥനെ കണ്ടുകൊണ്ട് നമുക്ക് പാടി ആരാധിക്കാം. യേശയ്യ കണ്ട കനലേ, ഏലിയ നേടിയ കണിവേ, മണ്ണിലും വിണ്ണിലും അങ്ങേ വാഴ്ത്തുന്നു. സർവേശ്വരാവിൻ നാമം വാഴ്ത്തുന്നു. മാലാഖമാരോട് ചേർന്നിന്നു ഞങ്ങൾ സർവേശ്വരാവിൻ നാമം വാഴ്ത്തുന്നു, നാമം വാഴ്ത്തുന്നു, നാമം വാഴ്ത്തുന്നു. ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ,
പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് കർത്താവിന്റെ നമുക്ക് ആദരവോടെ എഴുന്നേറ്റ് നിൽക്കാം. കണ്ണുകൾ തുറന്ന് ഈശോയെ നോക്കാം. ഈശോ സർവാധിപൻ, ഈശോ സർവശക്തൻ, അവൻ അത്യുന്നതൻ. യേശു സർവാധിപൻ, യേശു സർവശക്തൻ, യേശു അത്യുന്നതൻ. നമ്മുടെ മുമ്പിൽ എഴുതിയിരിക്കുന്ന ഈശോ അവൻ സർവാധിപനാണ്, അവൻ സർവശക്തനാണ്, അവൻ അത്യുന്നതനാണ്. കർത്താവ് പറഞ്ഞു, എനിക്ക് മുമ്പ് മറ്റൊരു ദൈവം ഉണ്ടായിട്ടില്ല, എനിക്ക് ശേഷം മറ്റൊരു ദൈവം ഉണ്ടാവുകയുമില്ല. അത് ഞാനാണ് കർത്താവ്, ഞാനല്ലാതെ മറ്റൊരു രക്ഷകനില്ല. കർത്താവ് പറയുകയാണ്, എനിക്ക് മുമ്പ് മറ്റൊരു ദൈവം ഉണ്ടായിട്ടില്ല, എനിക്ക് ശേഷം മറ്റൊരു ദൈവം ഉണ്ടാവുകയുമില്ല. ഞാനാണ് കർത്താവ്, ഞാനല്ലാതെ മറ്റൊരു രക്ഷകനില്ല. കർത്താവായ യേശു ഏക രക്ഷകൻ, സർവാധിപൻ, ഓൾമൈറ്റി. പ്രിയമുള്ളവരെ, നമ്മുടെ മുമ്പിൽ എഴുന്നള്ളിയിരിക്കുന്ന സർവാധിപനായ കർത്താവിനെ, സർവശക്തനായ കർത്താവിനെ, അത്യുന്നതനായ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. എല്ലാ സൃഷ്ടിക്ക് മുമ്പുള്ളവൻ, എല്ലാ സൃഷ്ടിയുടെ ഉറവിടം കർത്താവ്, എല്ലാത്തിനു മുമ്പിലുള്ള സർവശക്തൻ കർത്താവായ യേശു. അവനെ കൂടാതെ ഒന്നും സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിലേക്ക് നമ്മുടെ രണ്ട് കരങ്ങളും നമുക്കൊന്ന് ഉയർത്തിപ്പിടിക്കാം. സ്വർഗത്തിൽ ചെന്നാൽ അവിടെ നാം ആരാധിക്കേണ്ടത് ഈ ദൈവത്തെയാണ്. ഭൂമിയിൽ നമ്മൾ ഇപ്പോൾ ആരാധിക്കുന്ന ഈ കർത്താവാണ് സ്വർഗമൊരുക്കി കാത്തിരിക്കുന്നത്. സ്വർഗത്തിന്റെ അതിനാഥനായ ദൈവം, സ്വർഗത്തിന്റെ അതിനാഥനായ കർത്താവ്. രണ്ട് കരങ്ങളും ദൈവസന്നിധിയിലേക്ക് ഉയർത്തി നീട്ടിപ്പിടിച്ച് ചങ്കുമുട്ടുമാടെല്ലാം മറന്ന് സർവശക്തനായ ദൈവത്തെ സ്തുതിക്കുകയാണ്. സ്വരം ഉയർത്തി യേശുവിനെ ക്രൂശിലെ ജയാളിയെ സ്തുതിച്ചിടാം. യേശുവിനെ സ്തുതിക്കവൻ യോഗ്യനല്ലോ. കുഞ്ഞാടിനെ ആരിലും ഉന്നതനെ
യേശു ക്രിസ്തുവിനെ അധികാരമുള്ളവനെ വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ ആരിലും ഉന്നതനെ. ആരാധിക്കാം, സ്തുതിക്കാം കർത്താവിനെ. ജീവന്റെ നാഥനെ ആരാധിക്കാം, സർവ്വശക്തനെ ആരാധിക്കാം, എല്ലാം മറന്ന് ആരാധിക്കാം. Almighty Jesus, Hallelujah. യേശുവേ, അനുഗ്രഹിക്കണമേ. വിശ്വസിക്കാം യേശുവിനെ ഏകരക്ഷകനെ, ഏറ്റുപറയാം യേശുവിനെ കർത്താദി കർത്താവിനെ. വിശ്വസിക്കാം യേശുവിനെ ഏകരക്ഷകനെ, ഏറ്റുപറയാം യേശുവിനെ കർത്താദി കർത്താവിനെ. ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവനെ, വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ ആരിലും ഉന്നതനെ. ആരാധിക്കാം യേശു ക്രിസ്തുവിനെ അധികാരമുള്ളവനെ, വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ ആരിലും ഉന്നതനെ. ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവനെ, വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ ആരിലും ഉന്നതനെ. ആരാധിക്കാം യേശു ക്രിസ്തുവിനെ അധികാരമുള്ളവനെ, വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ ആരിലും ഉന്നതനെ. ആരിലും ഉന്നതനെ, ആരിലും ഉന്നതനെ. ശാന്തമായി ഇരിക്കാം കർത്താവിൻ്റെ മുമ്പിൽ. ഈശോയെ നോക്കിയിരിക്കാം. ഈശോ അനേക ഭവനങ്ങളിൽ സന്ദർശിച്ചതായി സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നു. അവൻ പത്രോസിൻ്റെ വീട്ടിൽ കടന്നു ചെന്നു. അപ്പോൾ അവർ പത്രോസിൻ്റെ അമ്മായിയമ്മയെക്കുറിച്ച് അവനോട് പറഞ്ഞു, പനിയാണ്. ഈശോ സുഖപ്പെടുത്തി. ഈശോ സക്കേവൂസിൻ്റെ ഭവനത്തിലേക്ക് കടന്നു ചെന്നു. ആശീർവദിച്ച് അനുഗ്രഹിച്ച് പറഞ്ഞു, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു. ഈശോ ലാസറിൻ്റെ വീട്ടിലേക്ക് കടന്നു വന്നു. പൊട്ടിക്കരയുന്ന തകർന്ന ഹൃദയമുള്ള മർത്തയും മറിയവും അവനെ കണ്ണീരോടെ സ്വീകരിച്ചു. മരിച്ച് 4 ദിവസമായ ലാസറിന് അവൻ ജീവൻ നൽകി. സഹോദരിമാർക്ക് അവനെ ഏൽപ്പിച്ചു കൊടുത്തു. പ്രിയമുള്ളവരെ, ഈശോ പത്രോസിന്റെ വീട്ടിൽ അന്ത്യം ഉറങ്ങിയവരാണ്. ഈശോ സക്കേവൂസിന്റെ വീട്ടിൽ അന്ത്യം ഉറങ്ങിയവരാണ്. അവരോടൊപ്പം ഭക്ഷണം കഴിച്ചവരാണ്. ഈശോ ലാസറിന്റെ വീട്ടിൽ അന്ത്യം ഉറങ്ങിയവരാണ്. അവരോട് ഭക്ഷണം കഴിച്ചവരാണ്. പ്രിയമുള്ളവരെ, ഈശോ അനേക ഭവനങ്ങളിൽ കടന്നു ചെന്ന്
അവരോടൊപ്പം ഭക്ഷണം കഴിച്ചു, അവരോടൊപ്പം അന്തി ഉറങ്ങി, അവരോട് സംസാരിച്ചു, അവർ കൊടുത്ത പായയിൽ കിടന്നു, അവരുപയോഗിച്ച് തലയുടെ ഉപയോഗിച്ച് കിടന്നു. അത്രമാത്രം വലിയവനാണ്, ചെറുതാകാൻ വലിയവനാണ് ഈശോ. പ്രിയമുള്ളവർ, നമുക്ക് ഇപ്പോൾ നമ്മുടെ വീടുകളിലേക്ക് ഒന്ന് ഈശോയെ ക്ഷണിക്കാം. അവൻ വിളിച്ചാൽ, ആത്മാർത്ഥമായി വീടുകളിലേക്ക് വിളിച്ചാൽ, പത്രോസിന്റെ വീട്ടിൽ ചെന്ന് ആ കുടുംബത്തെ അനുഗ്രഹിച്ച കർത്താവ്, സക്കൈവൂസിന്റെ വീട്ടിൽ കടന്നു ചെന്ന് ആ കുടുംബത്തെ അനുഗ്രഹിച്ച കർത്താവ്, ലാസറിന്റെ വീട്ടിൽ കടന്നു ചെന്ന് ലാസറിന് ജീവൻ കൊടുത്ത കർത്താവ്, നമ്മുടെ ഭവനത്തിലേക്ക് ആത്മാർത്ഥമായി ക്ഷണിച്ചാൽ അവൻ കടന്നു വന്ന് നമ്മോടൊപ്പം അവൻ ഇന്ന് ഉണ്ടാകും. ഈശോ പറഞ്ഞു, ഞാനിതാ ഹൃദയവാതിൽക്കൽ വന്ന് മുട്ടുന്നു, ആരെങ്കിലും വാതിൽ തുറന്നു തന്നാൽ ഞാൻ കടന്നു വരും, അവനോടൊപ്പം ഇന്ന് ഞാൻ ഭക്ഷണം കഴിക്കും. എന്നെ പ്രിയമുള്ളവർ, നമുക്ക് കരങ്ങളൊന്ന് നെഞ്ചോട് ചേർത്ത് വെച്ച് വലിയ സ്നേഹത്തോടെ നമ്മുടെ കർത്താവിനെ, യേശു ദൈവമാണ്, യേശു സർവശക്തനാണ്, എന്നാൽ അവൻ നമ്മുടെ പിതാവ് കൂടിയാണ്. സർവശക്തനായ ദൈവം, അത്യുന്നതനായ ദൈവം, സർവശക്തിയുള്ളവൻ, സർവാധിപൻ നമ്മുടെ അപ്പനാണ്. അതുകൊണ്ട് അവൻ നമ്മുടെ വീട്ടുകളിലേക്ക് വരും നമ്മൾ ക്ഷണിച്ചാൽ. ഈ രാത്രിയിൽ പ്രിയമുള്ളവർ, നമുക്ക് ഒത്തിരി സ്നേഹത്തോടെ ഈശോയെ നമ്മുടെ വീടുകളിലേക്ക് ഒന്ന് വിളിക്കാം. പത്രോസിന്റെ അമ്മായിയമ്മ കലശലായ പരിവാദിച്ച് കിടപ്പായിരുന്നു. അവളെക്കുറിച്ച് അവർ അവനോട് പറഞ്ഞു. അവൻ പനിയെ ശാസിച്ചു. നമ്മുടെയൊക്കെ വീടുകളിൽ എന്തുമാത്രം അസ്വസ്ഥത അനുഭവിക്കുന്നുണ്ട്. ഈശോയ്ക്ക് മാത്രം സൗഖ്യപ്പെടുത്താൻ പറ്റുന്ന എന്തെല്ലാം വേദനയിലൂടെ കടന്നു പോകുന്നവരാണ് ഞാനും നിങ്ങളും ഒക്കെ. സക്കൈവൂസിന്റെ വീടിന് രക്ഷ നൽകാൻ ഈശോയ്ക്കല്ലാതെ മറ്റാർക്കും പറ്റില്ല. ലാസറിന്റെ വീട്ടിൽ കടന്നു ചെന്ന് ലാസർ ജീവൻ നൽകാൻ ദൈവത്തിനല്ലാതെ മറ്റാർക്കും പറ്റില്ല. പ്രിയമുള്ളവരെ, കർത്താവ് വീട്ടിലേക്ക് വരുന്നത് അവനല്ലാതെ മറ്റാർക്കും പറ്റാത്ത കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ്. ഈ രാത്രിയിൽ കർത്താവ് നമ്മുടെ വീട്ടിൽ നിനക്ക് വേണ്ടി, എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ കാത്തിരിക്കുകയാണ്. നീ വിളിക്കണം. ഈ രാത്രിയിൽ ഈശോയെ നിന്റെ വീട്ടിലേക്ക് ക്ഷണിക്കണം. രണ്ട് കരങ്ങൾ വന്ന് ഈശോയുടെ നേരെ നീട്ടിപ്പിടിക്കുക. കർത്താവ് എപ്പോഴും എന്റെ കൺമുൻപിലുണ്ട്. അവിടുന്ന് എന്റെ വലതു ഭാഗത്തുള്ളതിനാൽ ഞാൻ കുലുങ്ങുകയില്ല. കർത്താവ് എപ്പോഴും എന്റെ കൺമുൻപിലുണ്ട്. ആ ഈശോ ഇതാ നമ്മുടെ വീട്ടിലേക്ക് കടന്നു വന്ന് നമ്മുടെ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു, അനുഗ്രഹമാക്കാൻ പോകുന്നു. പ്രിയമുള്ളവരെ, നിന്റെ ആവശ്യങ്ങൾ, നിന്റെ പ്രശ്നങ്ങൾ, നിന്റെ പ്രതികൂലങ്ങൾ, നിന്റെ പ്രതിബന്ധങ്ങൾ എത്രമാത്രം വലുതാണെങ്കിലും അതിനുള്ള ഏക പരിഹാരമാണ് കർത്താവ് യേശു. അവിടുന്ന് ഇന്ന് ആ പ്രശ്നത്തിൽ ഇടപെടാൻ പോവുകയാണ്. കരങ്ങളിൽ വന്ന് ഈശോയുടെ നേരെ ഉയർത്തി നീട്ടിപ്പിടിച്ച് ശംഖുമുട്ടുമാറ് വിളിക്ക, ഒരുമിച്ച് വിളിക്ക, ശബ്ദമുയർത്തി വിളിക്ക, എന്റെ ഈശോ, ഈശോ, ഈശോയേ, ഈശോയേ, എന്റെ കുടുംബത്തിലേക്ക് വരണമേ. യേശുവേ, എന്റെ ഭവനത്തിലേക്ക് വരിക. അങ്ങയെ ഞാൻ വിളിക്കുന്നപ്പാ, എന്റെ ഈശോ കടന്നു വരണമേ, കടന്നു വരണമേ. യേശുവേ, ഹല്ലേലൂയ. ഈശോയേ, ഞങ്ങൾ അങ്ങയെ വിളിക്കുന്നു പിതാവേ, ഞങ്ങൾ അങ്ങയെ വിളിക്കുന്നു ഈശോ, ഞങ്ങൾക്കായി വരണമേ. യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയേ, ജീസസ്, come to our home, Jesus. Hallelujah. Yeshua, Yeshua. Hala, 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 hala. നാഥാ നീ വരണേ, യേശുവേ നാഥാ നീ വരണേ. യോഗ്യരല്ലെങ്കിലും ഞങ്ങൾ നിന്നെ തേടുന്നു നാഥാ നീ വരണേ. യോഗ്യരല്ലെങ്കിലും ഞങ്ങൾ
വിളിക്കുന്നു നാഥാ നീ വരണേ. ലാസറിൻ്റെ സഹോദരിമാര് സ്നേഹത്തോടെ വേദന പങ്കുവെച്ചു. കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. കണ്ണുനീരോടെ പറഞ്ഞു. പത്രോസിന്റെ ഭവനത്തിൽ അവർ അവളെക്കുറിച്ച് പറഞ്ഞു, അമ്മയെക്കുറിച്ച്, അമ്മയുടെ പനിയെക്കുറിച്ച്. പ്രിയമുള്ളവർ, നമുക്ക് ഈശോയോട് പറയാം. ഈശോയെ, നമ്മുടെ വേദന പറയാം, ഈശോ, ദുഃഖം പറയാം, കണ്ണുനീര് പറയാം, ഹല്ലേലൂയ, നൊമ്പരങ്ങൾ പറയാം, യേശുവേ, തകർച്ചകൾ പറയാം, ഈശോ, വേദനകൾ പറയാം. യേശുവേ, ആരോടും പറയാത്ത വേദനകൾ, ആരും കാണാത്ത നൊമ്പരങ്ങൾ, ആർക്കും മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥകൾ യേശുവേ, ഈശോയോട് പറയാം. കാരണം അവിടുന്ന് പറഞ്ഞു, മൂലക്കുട്ടിക്കുന്ന കുഞ്ഞിനെ അമ്മ മറക്കുമോ? പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. അത്രമാത്രം സ്നേഹിക്കുന്ന കർത്താവ് രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിന്റെ കരം കുറുകി പോയിട്ടില്ല. കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. അതിനാൽ ഈ രാത്രിയിൽ നിന്റെ കണ്ണുനീർ ഈശോ തുടയ്ക്കും. നിന്നെ അവിടുന്ന് മാറോട് ചേർക്കും. നിന്റെ ഭവനത്തിന് വേണ്ടി ഈശോ ഒരു വലിയ കാര്യം ചെയ്യും. നമുക്ക് ഈശോയോട് പറയാം, കർത്താവേ, ഇതാണ് എന്റെ അവസ്ഥ, ഇതാണ് എന്റെ വേദന, ഇതാണ് എന്റെ ദുഃഖം, ഇതാണ് കർത്താവിന്റെ കണ്ണുനീരിന്റെ കാരണം. എത്രയോ നാളുകളായി, എത്രയോ വർഷങ്ങളായി ഞാൻ വേദനിക്കുന്നു, കഷ്ടപ്പെടുന്നു. കർത്താവേ, ഈ ദുഃഖത്തെ, ഈ നൊമ്പരത്തെ, ഈ അവസ്ഥയെ, ഈ തകർച്ചയെ, എന്റെ കുടുംബത്തിന്റെ വേദനയെ എന്തുമായിക്കൊള്ളട്ടെ, എത്ര പഴക്കമുള്ളതായിക്കൊള്ളട്ടെ, എത്ര വലുതായിക്കൊള്ളട്ടെ, ആർക്കും പരിഹരിക്കാൻ പറ്റാത്തതായിക്കൊള്ളട്ടെ, എല്ലാത്തിനുമുള്ള ഏക പരിഹാരം കർത്താവായ യേശു. ഈശോയെ അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഉണർത്തുന്നു. അങ്ങയെ ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. കർത്താവേ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളുടെ വേദനകളെ, ആവശ്യങ്ങളെ, ആഗ്രഹങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോ, ഞങ്ങൾ അങ്ങേ വിളിക്കുന്നപ്പാ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്റെ ഈശോയേ, എന്റെ ഈശോയേ, എന്റെ ഈശോയേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 ഹല 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 യേശുവേ, യേശുവേ, യേശുവേ. ദൈവമേ, നീയല്ലാതില്ല എന്നെ യേശു മാത്രം മതി. എനിക്കേതു നേരത്തും മുട്ടുമെന്നുകൊണ്ട് പ്രാർത്ഥിക്കാം. കരങ്ങൾ രണ്ടും നമുക്ക് മുട്ടുമേൽ നിന്ന് കരങ്ങൾ രണ്ടും നമ്മുടെ ശിരസിന്മേൽ നമുക്ക് കമിഴ്ത്തി വയ്ക്കാം. ഈ കരത്തിൽ ക്രിസ്തുവിൻ്റെ കരമുണ്ട്. അവൻ്റെ വിജയകരമായ വലത് കരം. ആ കരം കൊണ്ട് അവിടുന്ന് എന്നെ തൊടും, നിന്നെ തൊടും. നമുക്ക് നമ്മുടെ കരങ്ങൾ ശിരസിൽ കമിഴ്ത്തി വെച്ച് എവിടെയാണ് സൗഖ്യം ആവശ്യമുള്ളത്, നമ്മളിൽ തിന്മ കൊണ്ടുവന്നിരിക്കുന്ന രോഗപീഠകൾ, തിന്മ കൊണ്ടുവന്നിരിക്കുന്ന കെട്ടുകൾ യേശു അഴിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ മേലുള്ള സർവ്വ രോഗപീഠകളും ഈ നിമിഷത്തിൽ ഈശോ എടുത്തു മാറ്റും. എല്ലാ രോഗപീഠകളെയും ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. പാരമ്പര്യ രോഗങ്ങൾ, പാരമ്പര്യ കെട്ടുകൾ, പാരമ്പര്യ
സമർപ്പിക്കുന്നു പിതാവേ. യേശുവേ, ഇതാ ഞങ്ങൾ സമർപ്പിക്കുന്നു. യേശുവേ, ചേർത്ത് വയ്ക്കുന്നു. യേശുവേ, ഓ ഈശോ, എല്ലാം ഞങ്ങൾ വിട്ടുതരുന്നു. സൗഖ്യം നൽകണമേ, സൗഖ്യം നൽകണമേ യേശുവേ. അങ്ങയുടെ ശക്തിയാൽ യേശുവേ ആമേൻ. അനുഗ്രഹിക്കണമേ. ആമേൻ. പാരമ്പര്യ കെട്ടുകൾ അഴിയട്ടെ. യേശുനാമത്തിൽ ഈ മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുനാമത്തിൽ അടഞ്ഞ വഴികൾ തുറക്കപ്പെടട്ടെ. വഴികൾ യേശുനാമത്തിൽ തുറക്കപ്പെടട്ടെ. യേശുനാമത്തിൽ അനുഗ്രഹത്തിന്റെ വഴികൾ തുറക്കപ്പെടട്ടെ. ഞങ്ങളുടെ മേൽ അങ്ങയുടെ കൃപ ചൊരിയണമേ യേശുവേ. യേശുവേ, യേശുവേ, സൗഖ്യം നൽകണമേ. ഞങ്ങളെ വിടുവിക്കണമേ, വിടുവിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹൃദയത്തിലെ നിരാശ നീങ്ങിപ്പോകട്ടെ. കാഴ്ചകളുള്ള കണ്ണുകൾക്ക് കാഴ്ച ഉണ്ടാകട്ടെ. അടഞ്ഞ കാതുകൾ തുറക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉദര സംബന്ധമായ രോഗങ്ങൾ നീങ്ങിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹൃദയ സംബന്ധമായ രോഗങ്ങൾ നീങ്ങിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുനാമത്തിൽ കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾക്ക് മക്കൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുനാമത്തിൽ വൈകല്യങ്ങൾ നീങ്ങിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പാരമ്പര്യ രോഗങ്ങൾ യേശുനാമത്തിൽ നീങ്ങിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പാരമ്പര്യ കെട്ടുകൾ യേശുനാമത്തിൽ അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുനാമത്തിൽ യേശുനാമത്തിൽ കർത്താവേ, അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, തിന്മ വെച്ചിരിക്കുന്ന എല്ലാ കെണികളും അവിടെ നിന്ന് എടുത്തു മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തിന്മ അടച്ചിരിക്കുന്ന വഴികൾ കർത്താവെ അവിടുത്തെ നാമത്തിൽ തുറക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മക്കളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന്റെ വഴികൾ യേശു നാമത്തിൽ തുറക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങാണ് വഴി, അങ്ങ് പറഞ്ഞല്ലോ, ഞാനാണ് വഴി. ആം ദ വേ. കർത്താവേ, അങ്ങാകുന്ന അനുഗ്രഹത്തിന്റെ വഴികൾ മക്കളുടെ മുമ്പിൽ തുറക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് പറഞ്ഞു, ഞാനാണ് ആടുകളുടെ വാതിൽ. അടഞ്ഞ വാതിലുകൾ ഈ രാത്രിയിൽ ഞങ്ങൾക്കായി തുറക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുനാമത്തിൽ ഞങ്ങളുടെ ജീവിതങ്ങൾ ഈ രാത്രിയിൽ അനുഗ്രഹമായി മാറട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ആരാധന, 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 ആരാധന. അനുഗ്രഹമാക്കണമേ, അനുഗ്രഹമാക്കണമേ, അനുഗ്രഹിക്കണമേ, അനുഗ്രഹമാക്കണമേ, അനുഗ്രഹമാക്കണമേ. ഒരു നിമിഷം കർത്താവിന്റെ മുമ്പിൽ ഈശോ നമുക്കായി നൽകിയിരിക്കുന്ന ലോകത്തിന് മുഴുവൻ അനുഗ്രഹമായി മാറാൻ, ലോകത്തിന് കർത്താവിൻ്റെ അഭിമാനമായി മാറാൻ ഈശോ തിരഞ്ഞെടുത്ത കർത്താവിൻ്റെ ശുശ്രൂഷയെ നമുക്ക് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ, ശാലോമിനെ അവിടുന്ന് അനുഗ്രഹിച്ച് ഉയർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ലോകത്തിന് അഭിമാനമായി ശാലോം ശുശ്രൂഷ ഉയർത്തണമേ. കർത്താവെ, തിരുസഭയ്ക്ക് അനുഗ്രഹമായി ശാലോമിനെ ഉയർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തിന്റെ അതിർത്തികളോളം യേശുവെ അവിടുത്തെ നാമം പ്രഘോഷിക്കാൻ, യേശുവെ അങ്ങ് ഏക സത്യദൈവമെന്ന് ലോകത്തോട് പ്രഘോഷിക്കാൻ ശാലോമിനെ അനുഗ്രഹിച്ച് ഉയർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ശാലോം TV അനുഗ്രഹിക്കണമേ. ശാലോമിന്റെ പുസ്തകങ്ങൾ അനുഗ്രഹിക്കണമേ. കർത്താവെ, ശാലോമിന്റെ സാമ്പത്തിക മേഖലയെ അനുഗ്രഹിക്കണമേ. കർത്താവെ, ശാലോമിനെ സഹായിക്കുന്ന എല്ലാ SP അംഗങ്ങളെയും
ഷെയർ ഹോൾഡേഴ്സിനെയും ഏജന്റുമാരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തികമായ മേഖല കർത്താവിന്റെ കൃപ വർഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുനാമത്തിൽ ശാലോം അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുനാമത്തിൽ ശാലോം തിരുസഭയ്ക്ക് അനുഗ്രഹമായി മാറട്ടെ. ഹല്ലേലൂയ, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുഗ്രഹമാക്കണമേ, 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 അനുഗ്രഹമാക്കണമേ. കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങാം. അവിടുന്ന് ആശീർവദിക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടും, നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടും. നമ്മുടെ ഇടവകയെ, നമ്മുടെ ദേശത്തെ എല്ലാം നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ അയൽവാസികളെയൊക്കെ ഒന്ന് സമർപ്പിക്കാം. കർത്താവെ, അവിടുന്ന് ഞങ്ങളുടെ ദേശത്തെ, ഞങ്ങളുടെ നാടിനെ, ഞങ്ങളുടെ ഇടവകയെ, ഞങ്ങളുടെ അയൽവാസികളെ കർത്താവെ അവിടുന്ന് സമൃദ്ധമായി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കണമേ. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമോരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. മാനവരേ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ. ദൈവത്തിൻ പരിപാവനമാം സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമോരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദിവ്യകടാക്ഷം തൂകണമേ വത്സലസുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.